ഇല്ല ഇല്ല. ഒരിക്കൽ സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. സജീവൻ സാറിന്റെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല. അവരോട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവൻ സാർ വിളിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷമെങ്കിലും ആയി കാണുമെന്നാണ് തോന്നുന്നത്. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് ഞാൻ അറിയിച്ചിരുന്നു. അദ്ദേഹം ഈ പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ എന്നെ ചർച്ച ചെയ്യും. അതിനകത്ത് കാര്യമായിട്ട് കഴമ്പൊന്നുമില്ല. ഞാൻ അങ്ങനെ മനഃപൂർവ്വം വഴക്ക് പറഞ്ഞൊന്നുമല്ല. ആ പേഷ്യന്റ് ഓപ്പറേഷൻ ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹമായിട്ട് കൂടുതൽ സമയം വിനിയോഗിച്ചത് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്തരം ഡെഫിഷ്യൻസീസ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനാണ് കൂടുതൽ സമയം ഞാൻ ഉപയോഗിച്ചത്. അതിനുശേഷം ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുകയും ഇതുപോലെ വാട്സാപ്പിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞാൻ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് PSനെ കണ്ട് ഇത്ര വലിയ ക്ഷാമമുണ്ട്, പ്രശ്നമുണ്ടെന്ന് അറിയിക്കുന്നത്. പിന്നീട് ഒരു ഫോളോ അപ്പും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായില്ലേ? അതെ, എന്റെ അറിവിൽ എന്നെ നേരിട്ട് ഇവരാരും പിന്നീട് ഇതിനെപ്പറ്റി ഡോക്ടർ എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണോ എന്തെങ്കിലും പരിഹരിച്ചിട്ടുണ്ടോ, എന്താണ് ഡോക്ടറുടെ പ്രശ്നം, എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം എന്ന ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിന് ശേഷം വന്നിട്ടുള്ള ഈ പല രാഷ്ട്രീയ പ്രമുഖരോടും ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടു നടന്ന് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ അവരെല്ലാം നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതിന് പല രീതിയിൽ പിന്നീട് അവരെ ഫോളോ വാട്സാപ്പിലൊക്കെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്.